ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സർവാശ്വാസത്തിന്റെ ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, പ്രിയ അമ്മച്ചിയുടെ ഈ മുതൽ ശരീരമായി ഈ സെമിത്തേരിയിൽ ആയിരിക്കാൻ ഒരു അവസരം തന്നതിനായി സ്തോത്രം. ഇതുവരെയുള്ള ശുശ്രൂഷകളെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. വർഷകാലം കർത്താവേ നീ കൊടുത്ത നല്ല ആയുസ് നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിന്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ അനേകർക്ക് മാതൃകയായി കർത്താവെ അവസാന നിമിഷം വരെ ദൈവമായ കർത്താവെ നീ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിർവടിയായി നിർവഹിക്കുവാൻ നിന്റെ ദാസ്യെ നീ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഭക്തന്മാരൊന്നിച്ച് കർത്താവെ ഈ വിലയേറിയ മാതാവിന്റെ മൃതശരീരം ഞങ്ങൾ ഇവിടെ അടക്കുമ്പോൾ വിശേഷാൽ പ്രിയ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സഭയ്ക്ക്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നല്ലൊരു പ്രത്യാശ കൊടുത്തിരിക്കുക സ്തോത്രം. ഈ മൃതശരീരം കർത്താവേ നിന്റെ കാക്കിൽ കുരിക്കുമ്പോൾ കർത്താവെ ഉയർന്നു ഈ ശരീരം പ്രാപിച്ച് ഞങ്ങൾക്കും രൂപാന്തരം പ്രാപിച്ച് ഒരുമിച്ച് കർത്താവെ ആകാശത്തിൽ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രിയ അമ്മച്ചി അവിടെ കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾ തന്നിരിക്കുക സ്തോത്രം. ഈ ശുശ്രൂഷകളെ നീ അനുഗ്രഹിച്ചാട്ട് കർത്താവെ ഞങ്ങളിവിടെ ഈ സെമിത്തേരിയിൽ നിന്ന് ഈ ശവശരീരം കർത്താവെ ഈ മണ്ണിനോട് മണ്ണിൽ ചേർക്കുമ്പോൾ ഞങ്ങളെ തിരൊന്ന് ശോധന ചെയ്യുവാനിടയാകും. ഞങ്ങൾ പൊടിയാണ്, ഞങ്ങൾ പൊടിയിലേക്ക് തിരികെ ചേരുവാൻ വായനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയിടുവാൻ ഒന്നുമില്ല, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. Amen. Praise the Lord. Our Ammachi's spirit is not here. Now she is in the presence of the Lord. The same way Jesus who said to the dying man on the cross, "Today you shall be with me in paradise." People, Revelation chapter 21 verse 25. Please read. Praise the Lord. Now I saw a new heaven and a new earth, for the first heaven and the first earth had passed away, and there was no more sea. Then I, John, saw the holy city, New Jerusalem, come down out of heaven from God, prepared as a bride adorned for her husband. And I heard a loud voice from heaven saying, "Behold, the tabernacle of God is with them. He will dwell with them, and they shall be his people. God himself will be with them and be their God. God will wipe away their tears from their eyes. There shall be no more death, no more sorrow, no more crying. There shall be no more pain, for the former things have passed away." And he who sat on the throne said, "Behold, I make all things new." And he said to me, "Write, for these words are true and faithful." Praise the Lord. As we read in the Revelations, God shall wipe away all tears from their eyes. There shall be no more death, no more sorrow, or crying or pain. All these things are gone forever. ദൈവം നമ്മളോട് വസിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ കണ്ണുനീർ മുഴുവൻ തുടച്ചു മാറുന്ന സ്ഥലത്തേക്ക്, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, കരച്ചിലില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത നിത്യരാജ്യത്തിലേക്ക് പ്രിയ അമ്മച്ചി ചേർക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയനുസരിച്ച് വിശുദ്ധിയോടെ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾക്ക് ആ നിത്യ തുറമുഖത്ത് ചെന്ന് വീണ്ടും അമ്മച്ചിയെ കാണാമെന്നുള്ള പ്രത്യാശയോടെ കർത്താവിന്റെ വരവനായി നമുക്ക് ഒരുങ്ങി ജീവിപ്പാൻ, കാത്തിരിപ്പാൻ കർത്താവ് നമ്മളെ ഈ പകൽക്കാലം സഹായിക്കുമാറാകട്ടെ. Praise the Lord. At this time I'm going to down the body we sing a song. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കർത്തൃകാകേണം കാലത്തിൽ വിളിക്കും നേരം കാണുമെന്തേരും നേരം കാണും വിളിക്കും നേരം കാണും
തൻ ശോഭ ധരിപ്പാനുയർത്തുകാൻ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പകരം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണുവൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുവൻ പേരും When the roll is called up yonder, 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 I'll be there. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരുടെ പോലെ ദുഃഖിക്കാതെ പ്രത്യാശയും ദൈവത്തിലും വിശുദ്ധ വചനത്തിലും ആശ്രയിക്കാൻ കർത്താവിന് പകൽക്കാലം നമുക്ക് ഇടയാക്കി തീർക്കുമാറാകട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 4-ാം അധ്യായം 13 മുതൽ 18 വാക്യം കർത്താവ് വായിക്കുന്നതായിരിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും സ്വർഗത്തിനിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് നിർത്തുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുന്ന ആ പ്രത്യാശ എത്ര വലുതാണ്. ഇത് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? ആ കർത്താവിന്റെ വരവെന്ന് പകൽക്കാലം കാഹളം ധ്വനിക്കുകയാണെങ്കിൽ ആ നിത്യത്തിൽ ഞാനും കാണും. ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ പേർ വിളിക്കുമ്പോൾ നമ്മുടെ പേര് ഇവിടെ കാണുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. Book of Daniel chapter 12 verse 2 and 3 please. Praise the Lord. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പ്രിയമച്ചി ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അനേകർക്ക് ആശ്വാസമായിരുന്നു. സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങലായിരുന്നു. ദൈവദാസന്മാരെ താങ്ങുകയും ദൈവസഭയ്ക്ക് അതിന്റെ പണിക്ക് വേണ്ടി വളരെ അധ്വാനിച്ച ദൈവം പഴുതായിരുന്നു. ഹല്ലേലൂയ. I remember that she was told me one time she was serving 150 people in the church. She was making food for them for lunch and dinner and everything. Praise the Lord. Follow that, let me see. Follow that footsteps. Praise the Lord. Hallelujah. പലരും നിത്യജീവനായും ചിലത്തിലേക്കും നിത്യനിന്ദയ്ക്കുമായി എഴുന്നേറ്റ് വരുമ്പോൾ ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ അമ്മച്ചിക്ക് അങ്ങനെ വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. She will receive her rewards in heaven. Praise the Lord. Hallelujah. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ ഹല്ലേലൂയ 12-ാം അധ്യായം 7-ാം വാക്യപ്രകാരം പറയുന്നു, The dust return to the earth as it was, and the spirit shall return unto God who gave to us. Praise the Lord. പൊടിപ്പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവതിനെ നൽകിയ ദൈവത്തിലേക്ക് മടങ്ങി പോകും. ഹല്ലേലൂയ.
ഇപ്പോൾ 2 തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-8 വായിക്കും. Praise the Lord. 2 Timothy chapter 4 verse 7 and 8. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. Praise the Lord. Hallelujah. Amen. 3-ാം വാക്യപ്രകാരം പറയുന്നു, Psalm 90 verse 3. The first paragraph says, you return man to dust. നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു. ദൈവവചന പ്രകാരം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഈ ഭൗമ ശരീരത്തെ പൊടിയിലേക്ക് തിരികെ തരുന്നു. Praise the Lord. Praise the Lord. Hallelujah. Anybody else want to do that? Praise the Lord. മണ്ണിലുറങ്ങിയിടുന്ന ശോധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാതൃയിൽ മണ്ണിലുറങ്ങിയിടുന്ന ശോധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാതൃയിൽ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ കർത്താവുരംഗത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുരംഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ ആവുതാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ
ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്ത് ഇവനോടി പൂതലെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ഇതാ സ്വരത്തോടും ആർപ്പോരും കൂടെ ഇതാ സ്വരത്തോടും ആർപ്പോരും ഹല്ലേലൂയ ഹല്ലേലൂയ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതാ തുല്യരായി വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതാ തുല്യരായി കർത്താവു തന്റെ വീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവു തന്റെ വീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ദാനിയേൽ പ്രവചനം 12 പ്രകാരം പറയുന്നു അയ്യോ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരിയിൽ ലഭിക്കാൻ എഴുന്നേറ്റ് വരും പ്രിയ സിസ്റ്റർ മറിയാമ്മ വർഗീസ് നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. Praise the Lord. പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്ത് ജീവനോടി പൂതലെ ഹല്ലേലൂയ രൂപാന്തരം പ്രാപിക്കുമാ നേരത്ത് ഇതാ സ്വരത്തോടും ആർപ്പോടും കൂടെ ഇതാ സ്വരത്തോടും ആർപ്പോടും കൂടെ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതാ തുല്യരായി വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂതാ തുല്യരായി കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ഇവനോട് ശേഷി നമ്മൾ കർത്താവിനോട് അടുത്തു വരുന്ന ആ സുതനമോർത്തുകൊണ്ട് ഇത് പകൽക്കാലം പ്രത്യാശ പുതുക്കി ഹല്ലേലൂയ കാഹളം ധ്വനിക്കുന്ന ദിനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അങ്ങേക്കരയിൽ ഹല്ലേലൂയ നമുക്ക് അവിടെ അമ്മച്ചിയെ കാണാവുന്ന പ്രത്യാശയോടുകൂടി നമുക്ക് ഇന്ന് പകൽക്കാലം ഇവിടുന്ന് കടന്നു പോകും കർത്താവിടെ ഏക തീർക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. കർത്താവ് ദാസൻ പ്രാർത്ഥിച്ച് ആശ്വാസപ്രദമായിരിക്കും. സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ മധ്യാഹ്നം കഴിഞ്ഞ പകൽക്കാലം പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം ഈ മണ്ണിൽ സംസ്കരിപ്പാൻ നീ കൃപ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ ബലമാണ്, നീ ഞങ്ങളുടെ ആശ്രയമാണ്. 92 വയസ്സുവരെ ഈ ഭൂപരമ്പര ആവശ്യമായതെല്ലാം നൽകി കൊടുത്തു. തിരുമേനി അനുഗ്രഹിച്ചതിനായി കാലം അടിയങ്ങളെ ഒരുമിച്ച് അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കാലം തികഞ്ഞും ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങളടിയങ്ങളെ പൂർണ്ണമായി താഴ്ത്തിയേ ഞങ്ങളുടെ കർത്താവ് എത്രയും വേഗം വെളിപ്പെടുവാൻ പോകുന്നുണ്ട്. സകലമാനവും മഹത്വവും തിരുമേനി
കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം ഏവരും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ഭൂലോകം ഞങ്ങൾ ആരാധിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘങ്ങളുടെ വരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവസാനിച്ചു. ഇവിടെ കടന്ന എല്ലാവരും കടന്നു വന്ന് ഫാമിനോടൊപ്പം ലഞ്ച് കഴിച്ച ശേഷമായി അവരുമായി ആശ്വാസവാക്കുകൾ പങ്കുചെയ്യുവാനുള്ള അവസരമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ ഓർപ്പിക്കുമാറാകട്ടെ. ഇന്ന് മകൾക്ക് അവിടെ കടന്ന എല്ലാവരെയും ഒരിക്കൂടെ കർത്താവ് നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ആമേൻ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.